പിന്നെ സുഹൃത്തുക്കളെ, പ്രധാനപ്പെട്ട ഒരു ആരോപണം, മദീനയിൽ വെച്ച് ഷെയ്ഖ് ഈദാൻ സക്കരിയ സലാഹിയെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ചെന്നില്ല എന്ന ഒരാക്ഷേപം അബൂബക്കർ സലഫി ഈ പ്രസംഗത്തിൽ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? ഞാൻ ഈ കഴിഞ്ഞ തവണ സൗദിയിൽ പോയത് ഉംറ വിസക്കായിരുന്നു. ഏതാണ്ട് 25 ദിവസത്തെ സമയമേ എനിക്കുള്ളൂ. എന്റെ മോള് മദീനയിലുണ്ട്. ഞാൻ 15 ദിവസത്തോളം മദീനയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് 2-3 ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഞാൻ ചെന്ന് പിറ്റേ ദിവസം തന്നെ യാസിർ ബിൻ ഹംസ എന്റെ മകളുടെ വീട്ടിൽ വരികയും ഞങ്ങൾ അവിടുന്ന് ദീർഘമായി സംസാരിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി പരസ്പരം യോജിക്കാൻ കഴിയാത്തവണ്ണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാലും അദ്ദേഹം പറഞ്ഞു, സാലിംക വരുന്നുണ്ട്, അബ്ദുൽ ജബ്ബാർ മൊഴി വരുന്നുണ്ട്, നമുക്ക് ഇരിക്കണം. ആയിക്കോട്ടെ, ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സാലിം ഖാന്റെ വീട്ടില് അബ്ദുൽ ജബ്ബാർ മദീനിയും സാലിംകയും ഞാനും യാസർ മൊഴിയുടെ നേതൃത്വത്തിൽ ചർച്ചയ്ക്കിരുന്നു. ചർച്ച തുടങ്ങുമ്പോ തന്നെ സാലിംക പറഞ്ഞു, സക്കരിയ കത്ത് കൊടുത്തതിന് ശേഷമുള്ള മാത്രമേ സംസാരിക്കാൻ പാടില്ല, അതിന് മുമ്പുള്ള സംസാരിക്കാൻ പാടില്ല, തുടക്കത്തിൽ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിബന്ധന വെക്കുന്നത് ശരിയല്ല. കത്ത് കൊടുക്കുക എന്നത് കുറെ പ്രവർത്തനങ്ങളുടെ അവസാനമായിട്ട് ഞാൻ കൊടുക്കേണ്ടി വന്നതാണ് കത്ത്. അതിനൊരു പശ്ചാത്തലമുണ്ട്, അതുകൊണ്ട് അത് പറയാതെ പറ്റില്ല എന്നുണ്ട്. അങ്ങനെ ചർച്ച തുടങ്ങി കുറെ എത്തി. അവസാനം യാസിർ മൗലവി പറഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങൾ തമ്മിൽ സഹകരിച്ചു പോകില്ലാന്ന്, യോജിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ ഈ പരസ്യമായ വിമർശനം രണ്ടു കൂട്ടരും നിർത്തിയിട്ട് ഇൽമിയായ കാര്യങ്ങളിലേക്കും ദൈവത്തിലേക്കും രണ്ടു കൂട്ടരും പോണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാണ്. ഞാനിപ്പോ നാട്ടിൽ നിന്ന് വരുമ്പോഴും കൂടിയും ദേവാസമിതിയിലെ ആളുകളാണ്, അഹ്ലുസുന്നയോട് ഏറ്റവും അടുത്ത ആളുകൾ, അവരോട് സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവര് സഹകരിക്കാൻ തയ്യാറില്ല. അവര് അതിനോടൊരു നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പൊ സാലിം ഖാനെ പറ്റൂല, സക്കരിയ സലാഹി പരസ്യമായി പറയണം, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, എനിക്കിങ്ങനെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പരസ്യമായി പറഞ്ഞാൽ മാത്രമേ നമ്മൾ സഹകരിക്കുള്ളൂ എന്ന് അവിടെ വെച്ച് സാലിംകയും അബ്ദുൽ ജബ്ബാർ മദീന്റെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിച്ചു. അപ്പൊ ഞാൻ എണീറ്റു. ഞാൻ പറഞ്ഞു, യാസിർ മൗലവി നിങ്ങൾക്ക് വെറുതെ പറയുന്നില്ല ഈ ഇതിലിരിക്കുന്ന നേരം. ഇപ്പൊ കേട്ടില്ലേ നിങ്ങൾ, നമ്മൾ അങ്ങോട്ട് സഹകരിക്കാൻ അവർക്ക് സഹകരിക്കാൻ പറ്റില്ല, ഞാൻ പരസ്യ തോപ ചെയ്യണമെന്നാ പറയരുത് എന്ന് പറഞ്ഞ് ആ ചർച്ച അവിടെ അവസാനിച്ചു. അതുപോലെ തന്നെ അവിടെ മദീനയിലുള്ള സമയത്ത് മദീനയിലെ ജാമിയ ഇസ്ലാമിലെ വിദ്യാർത്ഥികളുമായിട്ട് ചർച്ച നടന്നിരുന്നു. വളരെ സൗഹൃദമായിട്ടാണ് ചർച്ച തുടങ്ങിയതെങ്കിലും വളരെ രൂക്ഷമായ ശൈലിയിലൊക്കെ പ്രതികരിക്കുന്ന ചില ആളുകൾ, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, സംസാരിക്കണ്ടായി. അതില് പറഞ്ഞെന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇവിടെ പ്രചരിപ്പിക്കുന്നത് മദീന ജാമിയ ഇസ്ലാമിയിലെ കുട്ടികള് സാലി ആലി ശേഖിന്റെ പുസ്തകം എടുത്ത് കാണിച്ചു, സക്കരിയ സലാഹി വെള്ളം കുടിച്ചു, ഉത്തരം മുട്ടി എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാസ്തവം എന്താന്ന് വെച്ചാല്, ഞാൻ പൊളിച്ചവരോടൊക്കെ പറഞ്ഞു, എന്നാ ശരിയാ ചർച്ചയുടെ വിശദാംശം ഒന്ന് പുറത്തുവിടാൻ പറയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അവർ പുറത്തു വിട്ടിട്ടില്ല. എന്താ സംഗതി എന്നറിയോ? അമലുൽ ജമായി, അതായത് സംഘടിത ദഅവാ പ്രവർത്തനത്തിൽ ഒരാളെ നേതാവായി നിശ്ചയിച്ചിട്ട് ആ നേതാവിനനുസരിക്കൽ വാജിബാണ്, ശറയിൽ വാജിബാണ് എന്ന രീതിയിലുള്ള താഅത്ത് അതൊരിക്കലും പറ്റുകയില്ല. മറിച്ച് സംഘടിത ദഅവാ കൂട്ടായ്മയിൽ, സംഘടിത ദീനീ പ്രവർത്തനത്തിൽ മുമ്പും ഇപ്പോഴും ഉള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കലാണ് എന്ന ഹദീസ് എന്ന് ഞാന് കോഴിക്കോട് പ്രസംഗിച്ചിരുന്നു. തതാവഅ വലാ തഖ്തലിഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് രണ്ട് സഹാബികളോട് പറഞ്ഞ കാര്യം, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സാലി ആലി ശേഖ് പറഞ്ഞൊരു ഭാഗം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് സംസാരിച്ചത്. നിങ്ങളാ പറഞ്ഞത് ശരിയല്ല, സാലി ആലി ശേഖാണ് നിങ്ങളുടെ തെളിവെങ്കിൽ അദ്ദേഹത്തിന് അമലുൽ ജമായി മുനല്ലമാണെങ്കിൽ, അതായത് സംഘടനാ രൂപം സ്വീകരിച്ച അമലുൽ ജമായി ആണെങ്കിൽ അതിൽ താഅത്തും ഉണ്ടാകും അമീറും ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ മൂടിവെച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തില് അമലുൽ ജമായി അതാണ് നമ്മൾ ഇത്ര കാലം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അമലുൽ ജമായി നമ്മളത് തൻലീമുള്ളതാണ്, തൻലീമ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മളിത് താഴത്തുണ്ടാക്കാഞ്ഞാ പോരെ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. മാത്രല്ല അവിടെ തന്നെ അവർ പറഞ്ഞു, എന്നിട്ട് ഷെയ്ഖ് അവറുകൾ അതിനെ പിന്നീട് അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്താണ് അവിടെ ഉള്ളത്? ഇവിടെ ഞാൻ വായിക്കാം. ഇന്ന ഫിഖ്ഹ ഹാദൽ ഹദീസ് ഫീഹി അന്ന തതാവുഅ മത്ലൂബ് വത്തതാവു യുൻതിജു അനിൽ അമലിൽ ജമാഇ ഗൈറിൽ മുനല്ലം.
അമ്മൽ അമലുൽ ജമാഇ അൽ മുനല്ലം യഅനി അത്തൻളീമി ഫഇന്നഹു കമാ ഹുവ മഅറൂഫുൻ വകമാ ഹുവ വാഖിഉൻ ഫീഹി ത്വാഅ. കണ്ടോ, ഇതുവരെയാണ് അവർ വായിച്ചത്. തതാവു എന്ന് പറയുന്നത് അമലുൽ ജമാഇ മുനല്ലം അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്നതാണ്. എന്നാൽ സംഘടിത പ്രവർത്തനം അത് സംഘടനാ രൂപം പ്രാപിച്ചതാണെങ്കിൽ അത് അറിയപ്പെടുന്നത് പോലെ, നാട്ടിൽ നിലനിൽക്കുന്നത് പോലെ അവിടെ താഴത്തുണ്ടാകും എന്നാണ്. ഇത് നിങ്ങൾ മറച്ചുവെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്റെ കയ്യിൽ അതിന്റെ ഉസാവിന്റെ കോപ്പിയിൽ അവർ കമ്പ്യൂട്ടറിനാണ് വായിച്ചത്. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, അതിന് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ, അതോടെ ആ വിഷയം തീർന്നില്ലേ എന്ന് പറഞ്ഞു. എല്ലാം നിങ്ങളിത് കോട്ടിമാറ്റിയതാണ്, വിഷയം പഠിക്കാതെ പറഞ്ഞതാണ്, വിഷയം പഠിക്കാതെ ഒരു കൂട്ടായ്മയിൽ ഫിത്തന ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അവർ സംസാരിച്ചു. പിറ്റേ ദിവസം യാസിർ ഹംസന്റെ വീട്ടിൽ പോയിട്ട് ഉസാഉ സബീറിന്റെ കോപ്പി ഫുള്ളായിട്ട് എടുത്തു. അപ്പൊ എന്തായാലും ഉള്ളതെന്നറിയോ, ഇതിന്റെ തൊട്ട് ശേഷം അവർ പറഞ്ഞു ഇസ്ലാഹൽ മത്ലൂബ്. ഈ പറഞ്ഞ നേതാവിനെ വെക്കലും നേതാവിന് അനുസരണം വാജിബാക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ ഇന്ന് സംഘടനകളിൽ കാണുന്നത്, അത് നാം ഉദ്ദേശിച്ച ഇസ്ലാഹ് അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മുടെ ദഅവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഉമ്മത്തിൽ ഉണ്ടാകണം വിചാരിക്കുന്ന ഇസ്ലാഹ് എന്ന പ്രോഡക്റ്റ് അതുകൊണ്ട് കിട്ടൂല. യകൂനു മഹദൂദ, നമ്മുടെ വീക്ഷണം അത് പരിമിതമായി തീരും. വത്തവജ്ജുഹു യകൂനു മുഖ്തതഅൻ വലൈസ ബിവാസിഇൻ, മാത്രമല്ല നമ്മുടെ നിലപാടുകൾ, നമ്മുടെ ആഭിമുഖ്യം അത് കുടുസായി തീരും. വൽമുജ്തമഅത്തുൽ യൗമ ലാ തഹ്താജു ഇലാ ഫിഅത്തിൻ മുഅയ്യനത്തിൻ തഹ്മിലു ശൈഅൻ മുഅയ്യനൻ ഖാസ്സൻ ബിഹാ വയഫ്റുദു അലന്നാസ്. ഇന്നത്തെ സമൂഹങ്ങൾ ആഗ്രഹിക്കുന്ന, സമൂഹങ്ങൾക്ക് ആവശ്യമുള്ള ദഅവത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം അവർ മാത്രം വഹിക്കുന്ന ഏതെങ്കിലും ഒരാശയമല്ല, ഒരു പ്രത്യേക കാര്യം എന്നിട്ടത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കലല്ല. ബലില്ലദീ യജിബു അൻ തുഖദ ദഅവത്തുൽ ഇസ്ലാമി ഇലൽ ജമീ, ഇസ്ലാമിന്റെ ദഅവത്ത് എല്ലാവർക്കും നൽകപ്പെടുക എന്നതാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. വഅൻ യഹ്മിലൽ മർഉ ദഅവത കുല്ല ഹമ്മിഹി വഹറകാതി ഫഹുവ യഹ്മിലുഹാ. കണ്ടോ, അങ്ങനെ ഓരോരുത്തരും ദഅവത്ത് അവന്റെ പ്രധാന ലക്ഷ്യവും അവന്റെ എല്ലാ ചലനങ്ങളിലും അതുണ്ടാകണം, അവനതിന്റെ വാഹകനായിരിക്കണം, സഹായിക്കാൻ ആളെ കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ. ഇതാണ് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല, മാത്രമല്ല അദ്ദേഹം എതിർക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ തൻളീമിയായ വലാകിന്നൽ അമലൽ ജമാഇ അൽ മുനല്ലം യഅനി ബിത്തൻളീം അല്ലദി ഫീഹിൽ ഖിയാദ വഫീഹിൽ ഖാഇദ വഫീഹിൽ മസ്ഊൽ വഫീഹിൽ മുതാബഅത്തുൽ ഖാസ്സ വഫീഹി തഖീമാത്തുൽ ഖാസ്സ ഇലാ ആഖിരി ദാലിക് ഹാദാ യൻബഗി അൻ യദ്ഹബ അൽ യൗമ ലിമസാലിഹി കസീറ. ഇന്ന് സംഘടനകളിൽ കാണുന്ന നേതൃത്വം, ചില പ്രത്യേക നിയമങ്ങൾ, അതുപോലെ തന്നെ ചില ഉത്തരവാദപ്പെട്ട ചില ചുമതലക്കാര്, അതുപോലെ തന്നെ ഫോളോ അപ്പ് പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ മൂല്യനിർണ്ണയങ്ങൾ, ഇതുപോലെ സംഘടനാ പരിപാടികളൊക്കെ, അതുകൊണ്ട് ധാരാളം മസ്ലഹത്തുകളെ അത് ഇല്ലാതാക്കൽ അനിവാര്യമാണ്. എന്നാൽ വയബുക്കൽ അമലുൽ ജമാഇ അല്ലദീ ഫീഹി നിലാം, സംഘടിത പ്രവർത്തനം, സംഘടന ഇല്ലാത്ത സംഘടിത പ്രവർത്തനം, അതിൽ വ്യവസ്ഥ ഉണ്ടാകും. വഫർഖും ബൈനൽ നിലാമി ഫി ദഅവ ബൈന തൻളീം, ദഅവത്തിൽ നിലാം ഉണ്ടാകുന്നതും പുതിയ നിലാം ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യന്നു മാമിൻ ദഅവത്തിൻ ജമാഇയ്യ യുർജാ ലഹാ അസറുൻ ഇല്ലാ വയകൂനു ബൈന അസ്ഹാബി തതാവുഉം വതശാവുർ വഅൻ യകുന ഹുനാക നിലാമുൻ യഹ്കുമുഹാ വലാകിൻ ലൈസ സമ്മ താഅ വലൈസ സമ്മ തൻളീം. കണ്ടോ, അത് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സംഘടിതമായ ദഅവാ പ്രവർത്തനങ്ങൾ, അത് നാം ഉദ്ദേശിക്കുന്ന അസർ അതിന് പ്രതീക്ഷിക്കപ്പെടണമെങ്കിൽ അതിന്റെ ആളുകൾക്കിടയിൽ പരസ്പര കൂടിയാലോചനയും പരസ്പര അനുസരണവും ഉണ്ടാകണം. അവിടെ നിലാം ഉണ്ടായിരിക്കും, പക്ഷെ ഈ പറഞ്ഞ നേതൃത്വവും ആ നേതൃത്വത്തിന് നിർബന്ധമായ അനുസരണവും ആ രീതിയിലുള്ള തൻളീമും അവിടെ ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ ശൈഖ് അവറുകൾ ഇതിനെ എതിർക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇതാണ് കാര്യമായ തെളിവായിട്ട് കൊണ്ടു നടക്കുന്നത്. ഉസാഉൽ ബിനായിൽ പറഞ്ഞിട്ടുണ്ട്. ഉസാഉൽ ബിനായിൽ പറഞ്ഞത് എന്താ? സംഘടിത പ്രവർത്തനമാണ്, സംഘടനാ രൂപമാണെങ്കിൽ അവിടെ നേതാവും നേതാവിനുള്ള അനുസരണം, ആദാഹുൽ വാഖി, ആദാവ് മഅറൂഫ്, ഇതാണ് നാട്ടിൽ കാണപ്പെടുന്നത്, ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാർക്കും അവിടെ തർക്കമുണ്ടോ? അത് ശൈഖ് പറയാത്തന്നെ നമുക്ക് അറിയുന്ന കാര്യല്ലേ. മാത്രല്ല, ഒരു അമീറിനെ വെച്ചിട്ട് ആ അമീറിന് താഴത്ത് കൊടുക്കുക എന്നത് ഹിസ്ബിയത്തിന്റെ അടയാളമായി അഖ്ലാഖുദ്ദായിൽ തന്നെ ശൈഖ് അവറുകൾ സാലിഹ് അൽ ശൈഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, വമിൻ മലാഹിരിൽ ഹിസ്ബിയത്തിൽ മൗജൂദത്തി ഫിൽ ജമാഅത്തിൽ മുആസിറ, ഇന്ന് സമകാലിക സംഘടനകളിൽ കാണപ്പെടുന്ന ഹിസ്ബിയത്തിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് അന്നഹാ തഖൂമു അല താഅത്തി ലിഅമീരിഹാ, അവ നിലകൊള്ളുന്നത് തന്നെ അതിന്റെ അമീറിനുള്ള അനുസരണത്തിന്റെ മേലാണ്. വലം തഅതി ശരീഅത്തു ഫിൽ അമലി ദഅവി അൽ ജമാഇ ബിത്താഅ, സംഘടിത ദഅവാ പ്രവർത്തനത്തിൽ താഅത്ത് ഇസ്ലാമിക ശരീഅത്തിൽ വന്നിട്ടില്ല. ലിഅന്ന താഅത ലിൽ ഇമാം, കാരണം അങ്ങനെയുള്ള താഅത്ത് ഭരണാധികാരിക്ക് മാത്രമാണ്.
വൈന്നമാത്തത് തതാവ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരണമാണ് ശരീഅത്തിൽ വന്നിട്ടുള്ളത്. കമാ സബത ഫി സഹീഹുൽ ബുഖാരി വഗൈരിഹി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനമാ ബഅസ അലിയ വമൻ മാഹു ഇലൽ യമൻ ഖാല ലഹും അലൈഹി സ്വലാത്തു വസ്സലാം തതാവഅ വലാ തഖ്തലിഫ വബശ്ശിറ വലാ തുനഫിറ. സഹീഹുൽ ബുഖാരിയിൽ മറ്റൊക്കെയുള്ള ഹദീസ് അലി റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തെ കൂടെയുള്ള ഒരാളെയും യമനിലേക്ക് അയച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കണം, ഭിന്നിക്കരുത്. നിങ്ങൾ രണ്ടുപേരും സന്തോഷം അറിയിക്കണം, വെറുപ്പിക്കരുത്. ദഅവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മറ്റു ചിലരെ, അതാണ് ഒരാൾ മറ്റൊരാളെ അനുസരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കണം എന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അനുസരിക്കണം എന്നാണ്. ലാകിന്ന തഅത്തൽ ആമ്മലിൽ ഇമാം, എന്നാൽ പൊതുവായ ത്വാഅത്ത് അത് ഭരണാധികാരിക്കുള്ളതാണ്. അമ്മാ ഫി ദഅവ ഫഹുവ തതാവുൻ വഹാദാ മശ്റൂ. ദഅവത്തിലുള്ളത് തതാവു ആണ്, അതാണ് ശരീഅത്ത് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ ശരീഅത്ത് അംഗീകരിച്ചിട്ടുള്ളത് തതാവു ആണ്. സംഘടനയിൽ കാണപ്പെടുന്നത് സംഘടനക്കാർ പുതുതായി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമ്മുടെ ആഭിമുഖ്യം തന്നെ കുടുസായി പോകും, നമ്മുടെ വീക്ഷണം ചുരുങ്ങിപ്പോകും, നാം ഉദ്ദേശിക്കുന്ന ഇസ്ലാഹ് നമ്മുടെ ദഅവത്ത് കൊണ്ട് കിട്ടുകയില്ല. അതുകൊണ്ട് ഒരുപാട് മസ്ലഹത്തുകൾ സമൂഹത്തിൽ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് ശൈഖ് വളരെയേറെ എതിർത്തൊരു സംഗതിയാണ്. എന്നിട്ടും കണ്ടോ ഞങ്ങൾ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പുകിലുണ്ടാക്കുകയാണ്. മാത്രമല്ല, ഇവിടെ ഒരിക്കൽ അഷ്കർ സലഫി എന്ന് പറയുന്ന ചാവക്കാട്ടെ ഇപ്പൊ നിച്ചിന്റെ സംസ്ഥാന കോർഡിനേറ്ററോ മറ്റോ അദ്ദേഹത്തെ നിശ്ചയിച്ചിട്ടുണ്ട് അത്രേ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാലിംക്കും സാലിംഖാന്റെ മോനും ഒക്കെ ഇപ്പൊ നാട്ടിലുണ്ട്, നമുക്ക് ആ മദീനയിലെ ചർച്ചയുടെ തുടർ ചർച്ച നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മദീന ചർച്ച നിങ്ങൾക്ക് വിജയമുള്ള ചർച്ചയാണ്, ഞാനാകെ പരാജയപ്പെട്ടു ഉത്തരം മുട്ടി എന്നൊക്കെയല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ അതിൽ ആവശ്യമുണ്ടോ? നിങ്ങളൊന്നും പ്രചരിപ്പിച്ചേക്കും, നിങ്ങൾ അതിന്റെ ഓഡിയോ ഇറക്കിക്കോളിയും, വീഡിയോ പിന്നെ പുസ്തകം ഇറക്കിക്കോളിയും, ഒരു ലേഖനമൊക്കെ ഇറക്കിക്കോളി എന്ന് ഞാൻ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടായിട്ടുണ്ട്. അപ്പൊ മദീനയിൽ 15 ദിവസത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. 2 ദിവസം മദീന വിദ്യാർത്ഥികളുമായിട്ട് ചർച്ച നടന്നു. ഒരു ദിവസം പ്രധാനമായിട്ടും കാറ്റഗറൈസേഷനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നത്. അപ്പോ സമൂഹത്തിലെ പ്രധാനികൾക്ക് പ്രത്യേകം ദഅവത്ത് കൊടുക്കാമെന്നൊരു പുസ്തകം വായിച്ചു. ഇപ്പൊ ഇത് ഇഖ്വാനിന്റെ ബുക്കാണോ സലഫിന്റെ ബുക്കാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ ബഹളമായി. അതാണ് ഒരു ദിവസത്തെ ചർച്ച. ഒരു ദിവസത്തെ ചർച്ചയിലുണ്ടായി താഴത്തുമായി ബന്ധപ്പെട്ട ചർച്ചയും. ഇതെല്ലാം യാസർ മൗലിക്ക് അറിയുന്ന കാര്യമാണ്. യാസർ മൗലി 2-3 ചർച്ചയിലും പങ്കെടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ലാസ്റ്റ് ഞാൻ പോകുന്ന 2 ദിവസം മുമ്പ് ഷെയ്ഖ് ഈദാൻ അവിടെ വന്നു. അപ്പൊ ഷെയ്ഖ് ഈദാൻ ഞാന് പണ്ഡിതന്മാർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച കത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ പോകുന്ന തലേ ദിവസം ഞാൻ ഷെയ്ഖ് മുഹമ്മദ് മദ്ഖലിയെ കാണാൻ വേണ്ടി പോകുമ്പോ എന്റെ കൂടെ അബ്ദുസമദ് കാത്തിബിന്റെ മകൻ അബ്ദുൽ വഹാബ് കാത്തിബ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇത് വായിച്ചു നോക്കി, എന്റെ ഈ ചോദ്യം വായിച്ചു നോക്കി. അല്ല, ഇത് ചർച്ച ചെയ്യേണ്ടതാണല്ലോ, ഇത് കുറെ വിഷയങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അഷറഫ് മൗലിന്റെ അടുത്ത് പോകാന്നുണ്ട്. അപ്പൊ അഷറഫ് മൗലിന്റെ അടുത്ത് അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് മുജമ്മഅൽ മലിക് ഫഹദ് ലിത്ബാഅത്തുൽ മുസാഫ് എന്ന അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് പോയി 1.5 മണിക്കൂറോളം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയും ഈ വിഷയങ്ങളൊക്കെ ചർച്ചയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ വീണ്ടും അദ്ദേഹത്തിന് അബ്ദുൽ വഹാബ് കാത്തിബ് അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങള് സംസാരിക്കണ്ടായി. അങ്ങനെ ഷെയ്ഖ് ഈദാന് ഞാൻ മദീനത്തുള്ളപ്പോൾ 2 ദിവസം അദ്ദേഹത്തിന് ഇത് വായിച്ചു നോക്കാനോ എന്നോട് സംസാരിക്കാനോ ഒന്നും അദ്ദേഹം സമയം കിട്ടിയില്ല. അങ്ങനെ ഞാൻ മക്കയിലേക്ക് പോയി. മക്കയിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചില പ്ലാനുകളൊക്കെ, ചില പണ്ഡിതന്മാരെ കാണാനും ചില സ്ഥാപനങ്ങളായിട്ട് സന്ദർശിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, കുറച്ച് സുഖമില്ലാതാവും ജീവിച്ചെന്നപ്പോ. അപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോൺ വരുന്നു, നിങ്ങൾ ഇപ്പൊ മദീനത്തേക്ക് വരണം. ഞാൻ പറഞ്ഞു, അങ്ങനെ വരാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനുള്ളത്, ഞാൻ 15 ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലോ. അല്ലത് ഇപ്പൊ തന്നെ വരണം നിങ്ങൾ എന്ന്. ഇതാൻ പലപ്പോഴും അങ്ങനെയാണ് സംസാരിക്കുക, വണ്ടി എടുത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പ്ലെയിനിൽ വന്നോളി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല, എങ്ങനെ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങൾക്ക് അറബിയിൽ എഴുതി തന്നല്ലോ, ഇനി ക്ലാരിറ്റി ആണെങ്കിൽ അറബിയിൽ എഴുതട്ടെ, അതുപോലെ അവരും അറബിയിൽ എഴുതട്ടെ, എന്നിട്ട് സലഫി ഉലമാക്കളുടെ മുമ്പിൽ നമ്മൾക്കിരിക്കാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയണ്ടായി. ഇതാണ് യഥാർത്ഥത്തിൽ മദീനയിൽ സംഭവിച്ചത്. അങ്ങനെ അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ പോയില്ല എന്ന് പറയാൻ കാരണം ഇതാണ്. മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല, ഇവിടെയുള്ള മദീനക്കാര് അവർക്ക് ഈ ദേവാസമിതിയുടെ ആളുകളുടെ മേൽ എന്ത് നിയന്ത്രണം ഉള്ളത്? ഇവര് പറയും ഞങ്ങൾ ഷർത്ത് സമ്മതിക്കും. അവർ സമ്മതിക്കുവോ? പണ്ഡിതന്മാരെ നേരിട്ട് കൂടുതൽ ശരി തന്നെയാണ്, പക്ഷെ മറ്റൊരു സമ്മതിക്കുവോ? അപ്പൊ ഇവിടുത്തെ ചർച്ചയ്ക്ക് യാതൊരു അർത്ഥമല്ല. ഉത്തരവാദപ്പെട്ട ആളുകൾ വരട്ടെ, എന്നിട്ട് അറബിയിൽ 2 കൂട്ടരും എഴുതാനുള്ള എഴുതിയിട്ട് സലഫി ഉലമാക്കൾക്ക് നമുക്ക് സമർപ്പിക്കാം, എന്നിട്ട് നമുക്ക് ഇരിക്കാം എന്നാണ് ഞാന് അദ്ദേഹത്തോട് പറഞ്ഞത്. എന്നാ സുഹൃത്തുക്കളെ, നമ്മുടെ അബൂബക്കർ സലഫി കേച്ചേരിയിൽ വെച്ച് പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹം ഇത് കേട്ട് ആരോ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തതായിരിക്കും. എന്നിട്ട് മൂപ്പര് പല കാര്യങ്ങളും വളരെ മോശമായ രീതിയിലാണ്
യഥാർത്ഥത്തില് സംസാരിച്ചത്. എന്നെ യാസിർ ബിൻ ഹംസ കാർ എടുത്തു പോകാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ കാർ എടുത്ത് ചെന്നപ്പോ സക്കരിയ സലാഹി ഒഴിഞ്ഞു മാറി എന്നൊക്കെയാണ്. എവിടേക്ക് കാർ എടുത്തു വരുന്നു? മദീനത്തുനിന്ന് മക്കത്തേക്ക് യാസിർ മൗലി കാർ എടുത്തു വരികയെ? ഞാൻ പോയി കാറിൽ കൊണ്ടുവരാൻ. അവിടെ ചെന്നപ്പോ സക്കരിയ ഒഴിഞ്ഞു മാറി. കണ്ടോ എന്തൊരു ഇതൊക്കെ എന്തിനടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? മാത്രമല്ല അയാൾ പറയുന്നത് അവിടെ എല്ലാ ഇവിടെ ഈദാനോട് ചർച്ച നടത്താനല്ല വിളിച്ചത്. അവിടെ മദീനയിൽ ഈ വിഷയങ്ങളെപ്പറ്റി ധാരാളം നല്ല ധാരണയുള്ള പണ്ഡിതന്മാരുണ്ട്. ഏത് പണ്ഡിതന്മാരാ അവിടെ ഉള്ളത്? അഷറഫ് മൗലിയോട് ഞാൻ സംസാരിച്ചിട്ടില്ലേ? 2 വട്ടം സംസാരിച്ചിട്ടില്ലേ? യാസിർ മൗലിയോട് 3 വട്ടം സംസാരിച്ചിട്ടില്ലേ? മദീന വിദ്യാർത്ഥികളോട് സംസാരിച്ചിട്ടില്ലേ? പിന്നെ ആരല്ലേ? ഷെയ്ഖ് ഈദാൻ മാത്രം. ഷെയ്ഖ് ഈദാൻ അങ്ങനെ നമ്മുടെ ഈ വിഷയത്തിൽ വിധി പറയാൻ മാത്രം അറിവുള്ളൊരു വലിയ പണ്ഡിതനല്ല എന്ന കാര്യം അദ്ദേഹത്തിനും അറിയാം, ഞമ്മക്കും അറിയാം. അതേസമയം സൗദിയിലെ പണ്ഡിതന്മാർക്ക് സമർപ്പിച്ചിട്ട് അവരുടെ മുമ്പിലിരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. അപ്പൊ ഇതൊന്നും അറിയാതെ യാസിർ മൗലവി ഞാൻ കാറ് പോയി കൊണ്ടുവരാന്ന് പറഞ്ഞു. മാത്രമല്ല അതിലിടയ്ക്ക് അയാൾ പൊട്ടത്തരം പറയുന്നുണ്ട്. അബൂബക്കർ സലഫി ഈദാൻ ഈ കത്ത് രഹസ്യമായി വായിച്ചു. ഇത് രഹസ്യമായി വായിക്കണം? ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത കത്തല്ല, ഇപ്പൊ അദ്ദേഹത്തിന് രഹസ്യമായി വായിക്കേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് പറയാണ് കേരളത്തിലെ സലഫികൾക്ക് ജസീറത്തുൽ അറബുമായുള്ള ബന്ധം സക്കരിയാക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പൊ എന്താ പേര് നുണപ്രചരണം എന്ന് വിചാരിച്ചാല്, ഞാന് അവിടെ കൊടുത്ത കത്തിൽ ദഅവാ സമിതിക്കാർക്ക് ഈജിപ്തിലെ സലഫിയത്തുമായിട്ടാണ് ബന്ധം, ജസീറത്തുൽ അറബിലെ സലഫികളുമായിട്ട് ബന്ധമില്ല എന്ന് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്. പച്ച കള്ളമാണ് സുഹൃത്തുക്കളെ ഇവര് പറയുന്നത്. ഞാൻ അങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ KNM-മായി ബന്ധപ്പെട്ട വിഷയം പരാമർശിക്കുന്നിടത്താണ് അതുള്ളത്. മാത്രമല്ല ഞാൻ കൊടുത്ത ഈ കത്ത് ദേവാസമിതിയിൽ ഉള്ളപ്പോൾ തന്നെ ഞാൻ ഗൾഫിൽ പോകുമ്പോൾ ഇനി ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച് പണ്ഡിതന്മാർക്ക് കൊടുത്ത കത്തിന്റെ അവസാന ഭാഗത്ത് ദേവാസമിതിയുമായി കുറച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർത്തുന്നുള്ളൂ. ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നതും പിന്നീട് ജമിയത്തുൽ ഉണ്ടായതും KNM ഉണ്ടായതും ഒക്കെ പറഞ്ഞു വന്നപ്പോ അവിടെ പറഞ്ഞ വിഷയമാണ് ومن الحقائق التي لا سبيل لدفعها أن منشئي الندوة وقبلها جمعية المكان لفيفا منهم السلفي الخالص أمثال الشيخ محمد الكاتب الذي كان له تواصل مع قيادة المملكة العربية السعودية وعلماء نجد والحرمين ومنهم من تأثر بالحركة الإصلاحية المصرية التي يرأسها الأستاذ محمد رشيد الله صاحب مجلة المنار وكان له مراسلات وتواصل مع قيادتها. നമുക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് നദുവത്തിന്റെ സ്ഥാപകന്മാർ, അതിനു മുമ്പ് ജമിയത്തുൽ ഉലമ സ്ഥാപിച്ചവരും പല ഭാഗത്തുനിന്നും വന്നുകൂടിയ ആളുകൾ അതിലുണ്ടായിരുന്നു. അതിൽ ശുദ്ധ സലഫിയത്തുള്ള അബ്ദുൽ സമദ് കാത്തിബിന്റെ പിതാവ് മുഹമ്മദുൽ കാത്തിബിനെ പോലെ KM മൗലവി പോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് സൗദി അറേബ്യയിലെ നേതൃത്വവുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, കത്തടപാടുകൾ ഉണ്ടായിരുന്നു. അത് നജിദിലെ പണ്ഡിതന്മാരും ഹറമയിലെ പണ്ഡിതന്മാരുമായിട്ടും. അതേസമയം നദുവത്തുൽ മുജാഹിദീന്റെയും ജമിയത്തുൽ ഉലമയിലൊക്കെ അന്നുണ്ടായിരുന്നവർ തന്നെ ഈജിപ്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവുമായിട്ട് അതിന്റെ ആ സ്വാധീനമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സയ്യിദ് റഷീദ് നേതൃത്വം നൽകുന്ന ഹർക്കത്തുൽ ഇസ്ലാഹിയ ബി മിസ്റിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനം, മജല്ലത്തുൽ മനാറിന്റെ കർത്താവായ റഷീദ് ആണ് നേതൃത്വം കൊടുക്കുന്നത്. അവർക്കിടയിൽ എഴുത്തുകുത്തുകളും ബന്ധവും ഉണ്ടായിരുന്നു. ومن آثار هذه العلاقة التي كانت بين الحركة الإصلاحية بكيرلا والحركة الإصلاحية بمصر انتشار كثير من كتب ومجلات الإصلاحيين في മലബാർ. ഇസ്ലാഹികളുടെ പ്രസിദ്ധീകരണങ്ങളും അവരുടെ പുസ്തകങ്ങളുമൊക്കെ കേരളത്തിൽ പ്രചരിക്കാൻ ഈ ബന്ധം കാരണമായിട്ടുണ്ട്. വഅലാ സബീൽ മിസാൽ ഉദാഹരണമായി റിസാലത്ത് തൗഹീദ് എന്ന മുഹമ്മദ് പുസ്തകം, വഹീൽ മുഹമ്മദി എന്ന് പറയുന്ന റഷീദുൽ പുസ്തകം, അതുപോലെ മജല്ലത്തുൽ മനാർ, ഇതൊക്കെ ഇവിടെ പ്രചരിക്കാൻ കാരണമായിട്ടുണ്ട്. ഈ ബന്ധം കാരണം അള്ളാഹുവിന്റെ ഖദറിന് പുറമെ ഈ ബന്ധം കാരണം എന്തുണ്ടായിട്ടുണ്ട്? ഈ സംഘടനയിലുള്ള പല ആളുകൾ ഈസാ നബിയുടെ നുസൂലിനെ നിഷേധിക്കുന്നവർ, സിഹറിന്റെ യാഥാർത്ഥ്യം നിഷേധിക്കുന്നവർ, ഖബറുൽ ആഹാദ് അഖീദക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള മുഹമ്മദ് അബ്ദുവിന്റെ വാദങ്ങൾ, ഇവർക്ക് അല്ലെങ്കിൽ റഷീദക്കും ആദ്യകാലത്തുണ്ടായിരുന്ന വാദങ്ങൾ പലതും ഇവിടെ പ്രചരിക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. പക്ഷെ അന്നും ഒരു ചെറിയ വിഭാഗം ആളുകള് ഈ സഹീഹായ മൻഹജിൽ ഉണ്ടായിരുന്നു, ഇവരെ എതിർത്തുകൊണ്ട്. പക്ഷെ അന്നൊന്നും ഇത് അന്നൊന്നും സംഘടനയിൽ ഇതൊരു പിളർപ്പിലേക്ക് എത്തിച്ചില്ല എന്ന് പറഞ്ഞാണ് ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത്. പിന്നീട് ഈ ചിന്ത, ഈ ഇറക്കുമതി ചെയ്ത ഈ ചിന്തയും പിന്നെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വന്ന ഹുസൈൻ മടവൂരിനെ പോലെയുള്ളവരും ഇങ്ങനത്തെ ചിന്താഗതിയിൽ ആകൃഷ്ടരാവുകയും അങ്ങനെ അവസാനം യുവ നേതൃത്വത്തിൽ ഹുസൈൻ മടവൂര് വന്ന്
ആളുകളെ തെറ്റിക്കുന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വരികയും അദ്ദേഹം മാറിപ്പോവുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെയാണ് പിന്നീട് ഞാനിവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ KNMമായി ബന്ധപ്പെട്ട പരാമർശമാണ്. പിന്നെ KNM എന്നെ പുറത്താക്കിയതും ശിർക്ക് ആരോപിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീടാണ് ദഅവാ സമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ അവിടെ ഒന്നും യഥാർത്ഥത്തിൽ ഈജിപ്തിലെ ഇസ്ലാഹി സംഘടനയുമായിട്ടാണ് ദഅവാ സമിതിക്കാർക്ക് ഇന്നും ബന്ധം, അവർക്ക് ശരീരത്തുമായി ബന്ധമില്ല എന്ന കാര്യം ഞാൻ എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇത് അബൂബക്കർ സലഫി പറയുന്ന ശുദ്ധ കളവാണ്. അത് അദ്ദേഹത്തെ തെളിയിക്കാൻ വേണ്ടി ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇദ്ദേഹം സംസാരിക്കുന്നത്? ഇദ്ദേഹത്തിന് എന്ത് പറ്റിപ്പോയി എന്നാണ്? ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള കളവ് ഇദ്ദേഹം എന്തിനാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതല്ല ആരെങ്കിലും ഇദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ചതാണോ എന്നും അറിഞ്ഞുകൂടാ. മാത്രമല്ല, ഈദാന്റെ അടുത്ത് നിന്ന് ആ കത്ത് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ പറയണ്ടല്ലോ, എങ്കിൽ ആ കത്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ പോരെ. അതിലേത് ഭാഗത്താ ദഅവാ സമിതിക്ക് ഇപ്പോഴും ഈജിപ്ഷ്യൻ ഇസ്ലാഹിയത്തുമായിട്ടാണ് ബന്ധം, സലഫിയത്തുമായി ബന്ധമില്ല എന്ന് ഞാൻ എഴുതിയത്? നിങ്ങൾ ജനങ്ങളുടെ എടുത്ത് ഉദ്ധരിക്കൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ ഞാൻ മദീനയിലെ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞ മദീനയിൽ ചർച്ച നടന്നിട്ടുണ്ട്, 2-3 ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇനിയും ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാണ് ഈ പറഞ്ഞ കണ്ടീഷനിൽ. ഒന്ന്, ഉത്തരവാദപ്പെട്ട ആളുകൾ ആ ചർച്ചയിൽ ഉണ്ടാകണം. രണ്ടാമത്തത്, രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് അറബിയിൽ ആദ്യം എഴുതണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അവരെ മുമ്പിൽ വെച്ച് തർക്കിക്കും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളെ വാദത്തല്ല, ഇതല്ല. ആ തർക്കം ഉണ്ടാകാൻ പാടില്ല. എന്തൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങളുടെ നിലപാടുകൾ എന്താണ്? അത് വ്യക്തമായി എഴുതണം, അറബിയിൽ എഴുതണം. ഞാനും എഴുതാൻ, നിങ്ങളും എഴുതുക. എന്നിട്ട് നമുക്ക് സലഫി ഉലമാക്കളെ മുമ്പിൽ ഇരുന്നിട്ട് അവർ വിധി പറയട്ടെ. ഇതാണ് ഇത് സംബന്ധമായിട്ട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് സാലി ആലി ഷേഖിന്റെ ലേഖനം എടുത്തു കാണിച്ചതും അതുപോലെ തന്നെ മദീന ചർച്ചയിൽ ഞാൻ ഉത്തരം മുട്ടി എന്ന് പറയുന്നതുമൊക്കെ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. ഇനി ഞാൻ ഉത്തരം മുട്ടി എന്ന് തന്നെ വെക്കുക, എന്നാലും ഞാൻ പറഞ്ഞ ആദർശത കൊണ്ടില്ലാതാകുമോ? ഒരാൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, ഒരുപാട് ആളുകൾ കൂടിയിരുന്നിട്ട് ചോദ്യം ചോദിച്ച് തലങ്ങും പലങ്ങും ചോദിച്ചിട്ട് ഒരാൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെ ഈ ആദർശത്തിന്റെ തനിമ ഇല്ലാതാകും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക്